മൂഷികവാഹന മോദകഹസ്ത രാമരഹർണ വിളംബിയ സുത വാമനരൂപ മഹേശ്വര പുത്ര വിഘ്നവിനായക പാദം നമസ്തേ. നമുക്ക് കമ്പനാടകം തന്ന് നമ്മെ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ മാതാവാണ് ആര്യങ്കാവിൽ ഭഗവതി. ശ്രീപാദം നമസ്കാരം. ശ്രീ മാരിയമ്മൻ. ശ്രീപാദം നമസ്കാരം. ഇവിടെയെല്ലാ ദേവി ദേവന്മാരുടെക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. ഇനി നമുക്ക് ഹരിയോം നമ ഹരിയോം നമായ കുറെ അക്ഷരത്തെ ഉപദേശം ചെയ്തു തരപ്പെട്ടതാണ് നമ്മുടെ ഗുരുവാണ് ചിന്നത്തമ്പി പുലവര്. ശ്രീപാദം നമസ്കാരം. ലക്ഷ്മണപ്പുലവർ. ശ്രീപാദം നമസ്കാരം. കുട്ടിപ്പുലവർ. ശ്രീപാദം നമസ്കാരം. മൺമറഞ്ഞു പോലെ എല്ലാ ഗുരുനാഥന്മാർക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. നാമളെ പോയി വിടുവോ അയ്യർ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. കവിയന കിടந்த ഗോദാപുരിയനേ തമ്പിക വരായ് സോദര ലക്ഷ്മണ. ശരണമേ ശരണം ശ്രീരാമചന്ദ്രപ്രഭു. ലക്ഷ്മണ നോക്കൂ, ഈ ഗോദാവരി നദി ഭൂമിക്ക് തന്നെ ഒരു അലങ്കാരമായി ശോഭിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ മാതൃകാജ്ഞ പരിപാലനം ചെയ്യുന്നതിനു വേണ്ടി അയോധ്യ രാജ്യത്തിലിരുന്ന് പുറപ്പെട്ട് 14 സംവത്സരം മരവരിയൊടുത്ത് വൽക്കരധരിത്ത് വാനപ്രസ്ഥാശ്രമത്തിൽ കൈക്കൊണ്ട് സരയൂ നദി ചിത്രകൂടം ദണ്ഡകാരണ്യം വഴിയായി പഞ്ചവടിയായ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു പർണശാല നിർമ്മിക്കൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ. മൃഗങ്ങളെല്ലാം ഓടി ഒളിച്ച സമയത്ത് അതാ ആകാശത്തു നിന്നും ഒരു വാൾ വരുന്നു. ഈശ്വരാനുഗ്രഹം തന്നെ. ഈ വാൾ കൊണ്ട് ഈ കാണുന്ന വൃക്ഷത്തെ മുറിക്കാം. നല്ല കാതലുള്ള വൃക്ഷം, 12 കാലുകൾ, ഉത്തരങ്ങൾ, കഴുക്കോൽ, പട്ടിക മുതലായവ എടുത്ത് പർണശാല നിർമ്മിക്കാൻ പോകാം. ഹായ് ഹേ ഹായ് ഹേ ഹായ് ഹേ. മുന്നിലൊരു കാൽ തേരാ, പിന്നിലും ഒരു കാൽ തേരാ. ഹേ ജ്യേഷ്ഠ, ശാസ്ത്രവിധി പ്രകാരം ഒരു പർണശാല നിർമ്മിച്ചു. ദേവിയോടുകൂടി നിങ്ങൾ ഇത് വസിക്കുക. ഞാൻ പുറത്തു നിന്നും യാതൊരു വിപത്തും വരാതെ കാത്തുകൊള്ളാം. മാണിക്യമയത്തൊരു മാനുകതാൻ കാണത്തക്കുമോ ഇതു കാരണനേ. ശരണം കണവ. നോക്കൂ, മാറ്റുകൂടിയ രംഗത്തേക്കാൾ ദേഹകാന്തിയോടുകൂടി ഒരു മാൻ കളിക്കുന്നത് കണ്ടില്ലേ? ഈ മാനിനെ വളർത്തുവാനായി തിരിച്ചു തരണമേ സ്വാമി. ഹേ ലക്ഷ്മണ, ഈ മാനിനെ നോക്കൂ. ഈ മാനിന് സമാനമായി ബ്രഹ്മസൃഷ്ടിയിലുള്ള ഒന്നിനെയും ഉപമിച്ച് പറയുവാൻ കഴിയുന്നില്ലല്ലോ. സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചു തരണമെന്ന് പറയുന്നു. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നത് വരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. മാനിനെ പിടിക്കാൻ കിട്ടുന്നില്ല. ഈ കനകമൃഗമേ, ஓராதே நீ எங்குள் வந்தாய் உன்னை விரும்பியான் வந்தேன். சிரா கமல சீதேவி சென்று பிடித்து தாவிந்தார். வாரா வாரா மானே நீ மறுபூங்குழலி பலத்தின்றார். சாரான சுகூனாகி ദശയായി നിன்று തളർവായും. മാനെ, മാനിന്റെ കണ്ണുപോലെ ദൃഷ്ടിയുള്ള എന്റെ ധർമ്മപത്നിയായ സീതയുടെ ആവശ്യാർത്ഥം
ഞങ്ങളുടെ അടുത്ത് വരുന്നതായ കണക്ക് പാൽ പഴം മുതലായ മധുര പദാർത്ഥങ്ങളെ തമ്മിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. മാനിനെ പിടികിട്ടുന്നില്ല. ലക്ഷ്മണൻ പറഞ്ഞത് ശരിയാണ്. ഈ മാനിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ മാൻ വേണ്ടാം വേണ്ടാം എന്ന് പറയുമ്പോഴും മാൻ മുന്നിലൂടെ ഓടി 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 അല്ലവാ കളിക്കുന്നത്. അമ്പട മാനെ ഒന്നുകൂടി പിടിച്ചു നോക്കാം. ഇങ്ങ വാ മാനെ, ഇപ്പടി വാ മാനെ, ഇങ്ങ വാ മാനെ, ഇങ്ങ വാ, ഇപ്പടി വാ, ഇങ്ങ വാ, ഇപ്പടി വാ. മാനിനെ പിടികിട്ടുന്നില്ല. ഈ കുഴിയിൽ ചാടിയാൽ അതാ കുന്നിൽ പോകുന്നു. കുന്നിൽ പോയാലോ അതാ കുഴിയിൽ ചാടുന്നു. കുണ്ടിടയും മാനിനെ അസ്ത്രം വഹിച്ച് നിഗ്രഹിക്കുന്ന ചെയ്യാം. എടാ എടാ സ്മാപ്പൈ. അയ്യോ അയ്യോ സീതേ, ഹായ് ലക്ഷ്മണ. മാനിൻ പിറകെ എൻ വിധിയാൽ വന്നേ അലക്കമായത്താൽ കാനിലെന്നെ കൊല്ലുകിറായി കാപ്പായം വിയടക്കുവനേ. തേൻ മൊഴിയായി ജനകനരുൾ സീതേ നീയും എഴുന്തനയോ. കാനിലെന്നെ കൊല്ലുമുന്നൈ വന്ന് എന്നെ കാപ്പായോ. മാനിനെ പിടിക്കുവാൻ വന്ന ഞാൻ വിധിവശം നിമിത്തം രാക്ഷസന്മാരുടെ മഹാമായത്തിൽ അകപ്പെട്ടുകൊണ്ട് എന്നെ അവർ കൊല്ലുന്നതിന് മുന്നേ നീയെ വന്നുകൊണ്ട് രക്ഷിക്കണേ ലക്ഷ്മണ. അയ്യോ അയ്യോ ഹരായി സീതേ. മാരീചമാമൻ രാമനെയും ലക്ഷ്മണനെയും പർണശാലയിൽ നിന്ന് അകറ്റിയല്ലോ. രാവണനായ ഞാൻ സന്യാസി വേഷത്തിൽ സീതയുടെ സമീപത്തിൽ പോകാം. ഭിക്ഷാന്തി ഭിക്ഷാന്തി ഹര ഹര ശിവ ശിവ മഹാദേവ ശംഭോ ചെങ്കലയാട്ടുണവാ. ഭിക്ഷാന്തി. അവിടുന്ന് ആരാണ്? ഹേ കുമാരി, ഞാൻ ആരാണെന്ന് പറയാം. അസത്യം പറയുന്ന മുനിയല്ല ഞാൻ. ഈ പ്രപഞ്ചമെല്ലാം അസത്യമാണ്. സത്യം ഏതെന്ന സച്ചിദാനന്ദമായ ആത്മസ്വരൂപമാണ്. അധിക കാലമായി സമാധിയിലിരുന്ന് ഉണർന്നപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല. അല്പം അന്നം ഭിക്ഷ. ഇന്ന് ശബ്ദിക്കപ്പെട്ട വളകൾ അണിഞ്ഞ കൈകൾ കൊണ്ട് ഒരു കവളം അന്നം തരണമേ കുമാരി. എന്റെ ഭർത്താവും അനുജനും വന്നാൽ വല്ല കായോ കനിയോ അങ്ങേക്ക് നൽകാമേ. ഈ ഘോരമായ വനത്തിൽ സഹായത്തിന് ആരുമില്ലാതെ നീ തനിയെ ഇരിക്കാൻ കാരണമെന്താണ്? നിന്റെ പേരെന്താകുന്നു? അച്ഛനാരെ? നായകനാരാണ് കുമാരി? കേട്ടാലും മുനീശ്വര, സന്മാർഗശാലികളായ നിങ്ങളെ പോലുള്ള മഹാത്മാക്കളാണ്. ദൈവം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരാളായ ജനകരാജാവാണ് എന്റെ പിതാവ്. എന്റെ പേര് ജാനകി. എന്റെ നായകൻ കാകുത്സവംശോദ്ഭവൻ എന്നറിഞ്ഞുകൊള്ളുക. കുലസ്ത്രീകൾ നായകന്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. ത്രികാലജ്ഞാനിയായ ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. നിന്റെ നായകൻ വരുന്നതുവരെ ഒരു രാജാവിന്റെ ചരിത്രം ഞാൻ പറയാം. ഇന്ദ്രനേക്കാൾ ഭാഗ്യവാൻ, സുന്ദരൻ, ബ്രഹ്മകുലത്തിൽ ജനിച്ചവനുമായ ശ്രീ പരമശിവന്റെ വാസസ്ഥലമായ കൈലാസ പർവ്വതത്തെ എടുത്ത് അമ്മാനമാടിയവൻ, അഷ്ടഗജങ്ങളെ ജയിച്ചവൻ, പരമശിവൻ സമ്മാനിച്ച ചന്ദ്രകാശം എന്ന വാൾ ധരിച്ചവൻ. ഈ ഗുണങ്ങളുള്ള അദ്ദേഹം തനിക്ക് യോജിച്ച ഒരു പെണ്ണിനെ കിട്ടുവാൻ ആശിച്ചിരിക്കുകയാണ്. 10 തലകളിലും നവരത്നങ്ങളായ കിരീടങ്ങളെ ധരിച്ചവനും 20 തോളുകളുമുള്ള അവനെ കണ്ടാൽ ഏത് സ്ത്രീയും മയങ്ങിപ്പോവും. രാവണൻ എന്ന ആ രാജാവ് വസിക്കുന്ന ലങ്കയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിന്നെ കാണുന്ന സമയത്തിൽ രാവണനെ യോജിച്ച ഒരു സ്ത്രീയാവും. ആ ദുഷ്ടന്മാരെ കൊല്ലാനാണ് എന്റെ പ്രാണനായകൻ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങയെ കാണുമ്പോൾ ദുഷ്ടസംസർഗം കാണുന്നു. അങ്ങ് ഇവിടുന്ന് പോയാലും മുനിയെ. എടീ സീതേ, ദേവന്മാരെ പോലും അനുസരിപ്പിക്കുന്ന രാവണനായ എന്റെ പരാക്രമം നീ ഒരു പെണ്ണായതുകൊണ്ട് വിടാവിടുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഭക്ഷിക്കുമായിരുന്നു. നിന്നെ എടുത്തുകൊണ്ടുപോകാൻ ഉദ്യമിക്കട്ടെ. പതിവ്രതാഗ്നി സീത, പതിവ്രത പിൻഭാഗത്ത് പോകട്ടെ.
ചന്ദ്രകാശം എന്ന വാളായത്തെ എടുത്ത് 1 യോജന ഭൂമിയോടുകൂടി കുത്തിപ്പുഴക്കി ജലത്തിനടുത്ത് കൊണ്ടുപോകാം. തേരാ. വായുദേവരേ, നീ വന്ന് എന്നെ രക്ഷിക്കണമേ. സീതാദേവിയെ വിട്ടുപോയാൽ നിനക്ക് ജീവനോടെ പോകാം. എടാ ജടായു, പടർന്നു മേരു കിരിയന പറന്നു വന്ന പറവയിൽ തുടർന്നു എന്ന് പൊറുവയാകി തൂയമാനുരിച്ചു